നമുക്ക് സർക്കിൾ ആൻഡ് ആംഗിൾസിൽ ഒരു പ്രോബ്ലം കൂടി നമുക്കിന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പറയുന്നത്: പ്രൂവ് ദാറ്റ് സർക്കിൾ ഡ്രോൺ ഓൺ ദ ഈക്വൽ സൈഡ്സ് ഓഫ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ ആസ് ഡയമീറ്റർ പാസ് ത്രൂ ദ മിഡ് പോയിന്റ് ഓഫ് ദ തേർഡ് സൈഡ്. അതായത് ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ഉണ്ട്. ഐസോസെലസ് എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡ് ഈക്വൽ ആയിരിക്കും. ഈ രണ്ട് സൈഡ് ഈക്വൽ ഉള്ള ഒരു ട്രയാങ്കിളിന്റെ ഈ ഈക്വൽ സൈഡ്സിൽ കൂടി നമ്മൾ ഒരു സെമി സർക്കിൾ വരയ്ക്കുക. സെമി സർക്കിൾ, ഈ സൈഡ് ഒരു സെമി സർക്കിൾ, ഈ സൈഡിൽ ഒരു സെമി സർക്കിൾ. അങ്ങനെ വരയ്ക്കുമ്പോൾ ഈ സർക്കിൾ മുഴുവൻ സർക്കിളും നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഈ സർക്കിൾ വന്ന് ടച്ച് ചെയ്യുന്ന പോയിന്റ്, ആ പോയിന്റ് ഈ മൂന്നാമത്തെ സൈഡിനെ ബൈസെക്ട് ചെയ്യും, അല്ലെങ്കിൽ രണ്ടായിട്ട് ഭാഗിക്കും എന്ന് വേണം നമ്മൾ പ്രൂഫ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഈ ട്രയാങ്കിളിനെ എ ബി സി എന്ന് എടുക്കാം. എ ബി സി എന്നുള്ള ട്രയാങ്കിൾ എടുത്തിട്ട് ഈ രണ്ട് സൈഡ് ഈക്വൽ ആണ്, അതിന്റെ മിഡ് പോയിന്റിനെ പി എന്ന് നമ്മൾ എടുക്കുകയാണ്. ഓക്കെ, അടുത്ത് ഈ സർക്കിൾ വരയ്ക്കുമ്പോൾ നമുക്കറിയാം ഒരു സെമി സർക്കിളിന്റെ അകത്ത് വരുന്ന ഒരു ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും അല്ലേ. അപ്പൊ ഇത് ഡയമീറ്റർ, അപ്പൊ ഇത് ഒരു സെമി സർക്കിള്, ഇതിന്റെ അകത്ത് വരുന്ന ആംഗിൾ, ദിസ് ഈസ് 90 ഡിഗ്രി. ഓക്കെ, അതേപോലെ അടുത്ത സെമി സർക്കിള്, ഇതൊരു സെമി സർക്കിള്, ഇതിന്റെ അകത്ത് വരുന്ന ആംഗിൾ ദറ്റ് ഈസ് 90 ഡിഗ്രി. അപ്പൊ ഇത് 90 ഡിഗ്രി, ഇത് 90 ഡിഗ്രി. ഈ ആംഗിൾ ഇവിടെ ഇങ്ങനെ നമ്മൾ എടുക്കുകയാണ്, ഇതാണ് പോയിന്റ്. ഓക്കെ, അപ്പൊ ഈ സൈഡ് 90 ഡിഗ്രി ആൻഡ് ദിസ് സൈഡ് ആൾസോ 90 ഡിഗ്രി. അപ്പൊ 90 ഡിഗ്രി ഉള്ള ഒരു ട്രയാങ്കിളിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ട്രയാങ്കിൾ എ ബി പി, ഫസ്റ്റ് ഈ ട്രയാങ്കിൾ എടുക്കുക, എ ബി പി. എ ബി പിയില് ആംഗിൾ എ പി ബി, ദിസ് ആംഗിൾ ഇസ് 90 ഡിഗ്രി, 90 ഡിഗ്രി. അപ്പൊ അതിന് നമുക്ക് എങ്ങനെ എഴുതാം? ഇതിന്റെ ലോങ് സൈഡ് അതാ എ ബി സ്ക്വയർ. എ ബി സ്ക്വയർ ഈക്വൽ ടു ബി പി സ്ക്വയർ പ്ലസ് പി എ സ്ക്വയർ. ദിസ് ഈക്വേഷൻ നമ്പർ 1. ഓക്കെ, അടുത്ത ട്രയാങ്കിൾ നമ്മൾ എടുക്കുന്നു. അടുത്ത ട്രയാങ്കിൾ ദിസ് ട്രയാങ്കിൾ, അതിന്റെ പേരെങ്ങനെ? എ പി സി, ട്രയാങ്കിൾ എ പി സി. എ പി സിയിലെ ആംഗിൾ എ പി സി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് വെച്ചാൽ സെമി സർക്കിളിന്റെ അകത്ത് വരുന്നതുകൊണ്ട് അത് 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അത് 90 ഡിഗ്രി ആയിരിക്കുന്നതുകൊണ്ട് എ സി സ്ക്വയർ ഈക്വൽ ടു എ പി സ്ക്വയർ പ്ലസ് പി സി സ്ക്വയർ. ഓക്കെ, സെയിം ഈക്വേഷൻ. അതിന്റെ ഈക്വേഷൻ നമ്പർ 2 എന്ന് നമുക്ക് എടുക്കാം. ഇപ്പൊ ഒരു ഐസോസെലസ് ട്രയാങ്കിളിന്റെ രണ്ട് ഭാഗങ്ങൾ, രണ്ട് സൈഡ് ഈക്വൽ ആയിരിക്കും. ദിസ് സൈഡ് ആൻഡ് ദിസ് സൈഡ്, ദാറ്റ് മീൻസ് എ ബി ആൻഡ് എ സി ഈക്വൽ ആയിരിക്കും. എ ബി is equal to എ സി. എ ബി is equal to എ സി ആണെങ്കിൽ എ ബി സ്ക്വയർ is equal to എ സി സ്ക്വയർ. ഓക്കെ, ഈക്വേഷൻ നമ്പർ 1 എന്നാ പറയുന്നത്? എ ബി സ്ക്വയർ. എ ബി സ്ക്വയർക്ക് പകരം നമുക്ക് ഇതെടുത്ത് എഴുതാം, ബി പി സ്ക്വയർ പ്ലസ് പി എ സ്ക്വയർ. അതേപോലെ അതിന്റെ അങ്ങേ വശത്ത് എ സി സ്ക്വയർ. എ സി സ്ക്വയറിന്റെ രണ്ടാമത്തെ ഇക്വേഷൻ എ സി സ്ക്വയർ is equal to എ പി സ്ക്വയർ പ്ലസ് പി സി സ്ക്വയർ. ഇപ്പൊ ബോത്ത് സൈഡ് എ പി സ്ക്വയർ ഉണ്ട്, പി എ പി ഒന്നാ, അപ്പൊ അതിനെ ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്യുന്നുണ്ട് നമുക്ക് കിട്ടുന്ന ബി പി സ്ക്വയർ is equal to പി സി സ്ക്വയർ. അപ്പൊ സ്ക്വയർ എടുക്കുക, റൂട്ട് എടുത്താൽ മതി. ഇതിന്റെ റൂട്ട് എടുക്കുമ്പോൾ സ്ക്വയർ പോകും. അപ്പൊ ബി പി is equal to പി സി എന്ന് വരും. ഓക്കെ, ബി പി ഏതാ? ബി പി, ദാറ്റ് ഈസ് ഈക്വൽ ടു പി സി. അപ്പൊ ഈ വരയുടെ രണ്ട് ഭാഗമായിട്ട്, സമഭാഗമായിട്ട് ഈ പി എന്ന് പറയുന്ന പോയിന്റ് അതിനെ പിരിക്കുന്നുണ്ട്. അതാണ് അവർ പ്രൂവ് ചെയ്യാൻ പറയുന്നത്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ ലൈൻ ഈ മൂന്നാമത്തെ ഈ സൈഡിനെ ബൈസെക്ട് ചെയ്യും, അത് രണ്ട് ഭാഗമായിട്ട് പിരിക്കും. അതാണ് നമ്മൾ എഴുതിയത് എ പി ബൈസെക്ട് ബി സി. അതാണ് അവർ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന കണക്ക്. ഓക്കെ.